ഒരാളുടെ കയ്യിൽ നമ്മളൊരു ഡയമണ്ട് മോതിരം കണ്ടു. അതിൻ്റെ തിളക്കം നമ്മളെ ആകർഷിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഡയമണ്ട് ആണല്ലോ. എന്നാൽ ഈ ഡയമണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടോ? കുട്ടികൾ സോൾജേഴ്സായി ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടോ? മാസ് മേർഡേഴ്സ്, മാസ് കില്ലിങ്സ് നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു സിവിൽ വാർ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഡയമണ്ടിനെയാണ് ദ കോൺഫ്ലിക്റ്റ് ഡയമണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഡയമണ്ട് എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ബ്ലഡ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം മനസ്സിലാക്കണമെങ്കിൽ 1990കളുടെ തുടക്കത്തിൽ നമുക്കറിയാം, ആഫ്രിക്ക ഒരുപാട് ഡയമണ്ട് പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ ആഫ്രിക്കയിലുണ്ട്. അതിൽ പ്രധാനമായി അങ്കോള, സിയറ ലിയോൺ, ലൈബീരിയ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരുപാട് സിവിൽ വാർ നടന്നിട്ടുണ്ട്. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സിവിൽ വാറുകൾ നടന്ന കുറേ രാജ്യങ്ങളും കൂടെയാണ്. അപ്പോൾ ഈ സിവിൽ വാർ നടക്കുന്ന രാജ്യങ്ങളിൽ ഇവർക്ക് ഫണ്ടിങ്, ഇവരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഇല്ലീഗലായി സ്മഗിൾ ചെയ്യുന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഡയമണ്ടുകൾ ഇവിടെ കണ്ടെത്താൻ പറ്റുന്നതുകൊണ്ട് പലപ്പോഴും ഇത് വലിയ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ വലിയ ഫാക്ടറി മെഷീനറിയുടെ സഹായമില്ലാതെ അവരുടെ റിവർ ബെഡ്സിലും ലൂസ് സോയിലും അലുവിയൽ ഡെപ്പോസിറ്റ്സിലൊക്കെ ഡയമണ്ട് ഇവർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ കുട്ടികളെ വരെ ഇവർ സോൾജേഴ്സ് ആക്കി മാറ്റി. അവിടുത്തെ സാധാരണക്കാരെ എല്ലാം അബ്യൂസ് ചെയ്ത്, സ്ത്രീകളെയെല്ലാം ഇവിടെ മൈനിങ്ങിനായി ഉപയോഗിച്ച് ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസുകളും മാസ് മർഡറുകളും മാസ് കില്ലിങ്ങും നടത്തിയാണ് ഇവർ ഈ ഡയമണ്ട് ഉണ്ടാക്കി. ഈ ഡയമണ്ട് വിറ്റ പൈസ കൊണ്ട് പിന്നെയും യുദ്ധം ഫണ്ട് ചെയ്യും. സോ ഇതുകൊണ്ടാണ് ഇതിനെ ബ്ലഡ് ഡയമണ്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഡയമണ്ട് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് കിംബർലി പ്രോസസ് എന്നൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. 2000 ലോകത്തെ ഡയമണ്ട് പ്രൊഡ്യൂസിങ് രാജ്യങ്ങളെല്ലാം, ഡയമണ്ട് മേക്കിംഗ് കമ്പനി, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ഡയമണ്ടായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കിംബർലി എന്ന് പറഞ്ഞ സ്ഥലം സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തി ഒരു പുതിയ സംഭവം ക്രിയേറ്റ് ചെയ്തു. KPCS, കിംബർലി പ്രോസസ് സർട്ടിഫിക്കേഷൻ സ്കീം. ഒരു തരത്തിൽ ഡയമണ്ടിൻ്റെ പാസ്പോർട്ടാണെന്ന് വിചാരിക്കുക. ഒരു ഡയമണ്ട് വരുമ്പോൾ അതിൻ്റെ KPCS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഡയമണ്ട് സോഴ്സ് ചെയ്തത് ഇതൊരു ബ്ലഡ് ഡയമണ്ട് അല്ല, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റീജിയനിൽ നിന്ന് വരുന്ന ഡയമണ്ട് അല്ല, അങ്ങനെ ഉണ്ടാക്കിയൊരു ഡയമണ്ട് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ KPCS. ഏകദേശം KPCSൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ലോകത്തെ 99.8% ഡയമണ്ട്സും കോൺഫ്ലിക്റ്റ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും 2026 ഇന്ത്യയാണ് ഇപ്പോൾ കിംബർലി പ്രോസസ്സ് ചെയർ ചെയ്യുന്നത്. കാരണം ഇന്ത്യയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് പ്രോസസ്സിങ്ങും പോളിഷിംഗ് ഹബ്ബാണ് ഇന്ത്യ. സൂരത്ത് പോലത്തെ സ്ഥലങ്ങൾ വളരെ പോപ്പുലറാണ്. ഏകദേശം 90% വേൾഡ്സ് പ്രോസസ്ഡ് ഡയമണ്ട്സ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്.